വരാല് മീനാണേ, കുളത്തിൽ നിന്ന് പിടിച്ചതാ. വരാലിനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വരാല് കണ്ടോ? വരാലിനെ നമ്മളിങ്ങനെ ചാരമൊക്കെ ഇട്ടിങ്ങനെ ഉരയ്ക്കണം. ഉരയ്ക്കുമ്പോൾ കണ്ടോ അതിൻ്റെ ചെതുകളൊക്കെ പോവും. എന്താ വെളുത്ത് വെളുത്ത് വരുന്നുണ്ട്. ഇത്രയും വലിയതാണ്. കളർ കണ്ടോ? അത് കണ്ടില്ലേ? അതിൻ്റെ വെളുത്ത് ഇതിൻ്റെ കളർ കണ്ടോ? അത് അതിൻ്റെ കണ്ടോ? വെളുത്ത് വെളുത്ത് വന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് വീഴല്ലേ, ചാരം പോയ പിന്നെ വരയ്ക്കാൻ പറ്റത്തില്ല. കണ്ടോ ഉരച്ചതിൻ്റെ കളറ് കണ്ടോ? ഇനി നല്ല വെളുത്ത് സുന്ദരക്കുട്ടനായിട്ടുണ്ട്. എന്തായാലും ഇനി വരയ്ക്കണമെന്നൂടെ. നല്ലതായിട്ട് കൂട്ടണ്ടി, വായി വെച്ച് തിന്നണ്ടി. അങ്ങനെ അതൊക്കെ വെട്ടിയെടുത്തു. ലാസ്റ്റ് ഒരെണ്ണം കൂടെ കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ സൈഡെല്ലാം വെട്ടിക്കളഞ്ഞ് വാലും ചിറകും എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ നമ്മൾ ഉരയ്ക്കും. അങ്ങനെ ഉരച്ചെടുത്ത് വെളുപ്പിച്ചതാണിത്. വാലും തലയും ചിറകും എല്ലാം മുറിച്ച്, തല ഇപ്പം മുറിച്ചില്ല, എന്നിട്ട് ഒന്നുകൂടെ ഉരയ്ക്കും. അങ്ങനെ നമ്മുടെ മീനെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് കഴുകിയെടുക്കണം. അങ്ങനെ ഓരോന്നോരോന്ന് കഴുകി എടുത്ത് വെക്കുകയാണ്. ഇനിയും നല്ല വെള്ളത്തിൽ കഴുകണം. എല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് ഒന്ന് കഴുകി വെക്കുകയാണ്. അങ്ങനെ നമ്മൾ മീനൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തെ മുട്ട കണ്ടോ? 2 എണ്ണത്തിലെങ്ങാണ്ട് മുട്ടയുണ്ടായിരുന്നു. 2 അല്ല 3 എണ്ണം. അതാണ് നമ്മളൊന്നുകൂടെ വൃത്തിക്ക് കഴുകണം. അമ്മ ഒരു 10 കഴുകലും കഴുകും. സുന്ദര കുട്ടപ്പന്മാരാകും. പിന്നെ അടുത്ത കഴുകിലേക്ക് പോവുകയാണ്. കാക്കക്കുട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. കാക്കേ ഉണ്ടോ കാക്ക? അമ്മമാര് പോകുന്നില്ല. എത്രണ്ണം വാ തുറന്നിരിക്കുന്നുണ്ടോ? അമ്മമാരെല്ലാം വാ തുറന്നായിരിക്കുന്നത്. കണ്ടോ വെള്ളം തെളിഞ്ഞത് കണ്ടോ? കഴുകി വെള്ളമെല്ലാം തെളിഞ്ഞു. ചില ചോര വെള്ളമല്ലേ. അപ്പോൾ നമ്മൾ അത്ര വൃത്തിക്കെടുത്താലേ നമുക്ക് മനസ്സിൽ പിടിക്കുക. അതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഇതിൽ കഴുകി എടുക്കുന്നത്.
ഇനി ലാസ്റ്റ് കഴുകിലേക്ക് പോവുകയാണ്. മുറിക്കാൻ പോവുകയാണ് ഓരോന്നായിട്ട്. അല്ലേ മുറിക്കുകയാണ്. അങ്ങനെ നമുക്ക് വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇത്രയും മീനിൻ്റെ കഷ്ണം കിട്ടിയിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ ഈ ചട്ടിയിൽ ഈ മീൻ നിൽക്കത്തില്ല. ഇതിലും വലിയ മീൻ ചട്ടി ഇല്ല താൻ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ജീവിതത്തിൽ ഇത്രയും വർഷം ആദ്യമായിട്ട് ഈ ചട്ടിയിൽ മീൻ കറി വെക്കുകയാണ്. ഇത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് വെക്കും. അങ്ങനെ പറ്റും. അപ്പം നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. അങ്ങനെ ഇതൊക്കെ ചൂടായിട്ടുണ്ട്, ചട്ടിയൊക്കെ ചൂടായി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യമേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ, കുളത്തിലെ മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ, ആറ്റുമീനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉലുവ ഇടില്ല. അതാണ് സീക്രട്ട് ടിപ്പ്. കടുകിട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് നമുക്കിടുകയാണ്. നല്ല തീയുണ്ട്. എന്നിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തത്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞതങ്ങോട്ട് ഇട്ട് കൊടുക്കും. നമ്മുടെ മീൻ കണ്ടോ, ഇതാണ് താരം, വരാൻ മീൻ. എന്താ ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ കറിവേപ്പില ഇടുന്നു. ഉണ്ടോ, തീയൊക്കെ ഉണ്ട്. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കുകയാണ്. കാശ്മീരി മുളകാണ് മാത്രമേ ഇവിടെ ചേർക്കത്തുള്ളൂ. ഇരി വെള്ളമൊന്നും ചേർക്കത്തില്ല. വേണം. ഇച്ചിരി കൂടെ നാടൻ മീനായതുകൊണ്ട് കുറച്ചുകൂടെ ഉണ്ടോ, ഇത്രയും മീനുണ്ട്. ഇനിയും ഇച്ചിരി മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി. ഇത് ചെറിയ ടീസ്പൂണിലാണ് എടുക്കുന്നത്. അതെന്താ, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി 1-2 നാടൻ മഞ്ഞളാണ്. ഉലുവാപ്പൊടി ഉണ്ടായോ? വേണ്ട. ഉലുവാപ്പൊടി ശരിയാ, ഇതിനിടില്ല. വെള്ളം ഇങ്ങോട്ട് ഞാൻ എടുത്ത് വെച്ചേ. ഇതൊന്ന് ചെറുതായിട്ട് ഇതാക്കിയിട്ട് വറുത്തിട്ട് വെള്ളം ഒഴിക്കും. ഇനി ഇത് തിളയ്ക്കുമ്പോൾ ഉപ്പും ഒഴിക്കും, പുളിയും ഇടും, പിന്നെ മീനും ഇടും. അങ്ങനെ അത് മീൻ കറി അങ്ങനെ റെഡിയാകും. കണ്ടോ, അതിൽ ചൂടൊക്കെ ഒന്ന് വന്ന് ചെറുതായിട്ട് തിളച്ചപ്പോൾ നമ്മൾ ഉപ്പൊഴിച്ച് കൊടുക്കുക. കൂട്ടുകാരെ, ഇന്നലെ കിട്ടിയ ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. ഒരു കുഞ്ഞു ചിരട്ട വെച്ചിട്ടുണ്ട്.
അപ്പോൾ അത് കറുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് പുളി ഇടാൻ പോവുകയാണ്. അങ്ങനെ നല്ലപോലെ തീയൊക്കെ എരിയുന്നുണ്ട്. അടുത്താണ് തോടൻ പുളി. കാണിച്ചമ്മ പുളി. ഇതുപോലത്തെ ഒരു പുളിയാണ്, മീൻ്റെ പുളി. ഇതാണ് മീൻ്റെ കുടംപുളി അല്ലെങ്കിൽ കുടംപുളി. അതാണ് നമ്മളിട്ടത്. കണ്ടോ, തിളച്ചിട്ടുണ്ട്. മീൻ തിളച്ച് വരുമ്പോൾ നമ്മൾ മീനുകൾ ഓരോന്നായിട്ട് പറക്കിയിടും. ഓരോന്നല്ല, അങ്ങോട്ട് പറക്കിയിടും. വെള്ളം പോരാൻ തോന്നില്ലേ? അങ്ങനെ നമ്മൾ മീനിൻ്റെ കഷ്ണം എല്ലാം പറക്കി ഇട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് മുട്ട അതിൻ്റെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിന് വെള്ളം പോരെ, അപ്പം കുറച്ചുകൂടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കും. കണ്ടോ, ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കണം. ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയോടെ തൂയി നമ്മൾ ഇത് അടച്ച് വെക്കുക വേകാൻ. നമ്മളങ്ങനെ അടച്ച് വെച്ചു. ഇപ്പോഴൊന്നും തുറക്കത്തില്ല, തിളച്ച് കഴിഞ്ഞ്. അങ്ങനെ നമ്മുടെ മീനൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. തീയൊക്കെ ഉണ്ട് നല്ലപോലെ. അങ്ങനെ നമ്മുടെ മീൻ കറി നമുക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. മീനൊക്കെ പറ്റിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ മീൻ കറി റെഡിയായി. അങ്ങനെ നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. കമൻറ്റ്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.